ഇവിടെ കൂടെ തൊപ്പിട്ടെ. ആ ഇത് ഇത്തിരി അഡ്വാൻസ് വേണമായിരുന്നു. 100 രൂപ മതി. കാല് വയ്യാത്ത ഇളയ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അവനൊരു പനിയും മേലായി മരുന്ന് വാങ്ങിക്കാനാ. കണക്ക് നോക്കിയാ ഇപ്പൊ തന്നെ ഒരു 3-4 മാസത്തെ ശമ്പളം മുൻപറ്റ. അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയ ഇപ്രാവശ്യത്തോട് കൊടുത്തേക്കൂ. ഓ, തനിക്ക് വെള്ളടി ഇത്തിരി കൂടുതലാണെന്നാണല്ലോ എല്ലാരും പറയണത്. അത് വെറുതെ ആൾക്കാർ കുശുമ്പ് പറയുന്ന മുതലാളി. വല്ലപ്പോഴും പഴയ നടു ഡ്യൂട്ടി സമയത്ത് അങ്ങനെ അടിച്ചെന്നറിഞ്ഞ ഈ കളിതമാശയൊക്കെ അങ്ങ് മാറും. ഓ ഇല്ലേ? ആ കൊടുത്തേക്ക്. ശരി. 4 മാസത്തെ മുൻപറ്റുണ്ടാക്കിയാൽ തന്റെ കുടുംബസ്വത്തൊന്നുമല്ലല്ലോ. മതി മതി, വന്ന് വണ്ടിയെടു. ഓ റേഡിയേറ്റർ പഴുത്തല്ലോ കൂട്ടാ. ആ നീ ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കേ. ടീച്ചറെ, ആ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഏത് കാര്യം? നമ്മുടെ ചെക്കൻ്റെ കാര്യേ. അല്ല, അവന് പാട്ടെന്ന് പറഞ്ഞ ഭ്രാന്ത. നമുക്കാണെങ്കിൽ ഇതൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ടീച്ചർ അവനൊന്ന് ശരിയാക്കി എടുക്കണം. എല്ലാ ദിവസവും വേണ്ട ടീച്ചറെ. വല്ല ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടുന്ന് പോകുന്ന വഴിക്കോ വൈകുന്നേരോ ടീച്ചറിന്റെ സൗകര്യം പോലെ എന്റെ വീട് വഴി ഒന്ന് കയറിപ്പോയാൽ മതി. ഞാൻ വീടുകളിൽ പോയി പഠിപ്പിക്കാറില്ലല്ലോ. അതെനിക്കറിയാം. പക്ഷേ അത് എന്റെ വീടാണെങ്കിലും ഒരു അന്യ വീടായിട്ട് ടീച്ചർ കരുതരുത്. ടീച്ചറിന് കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, 3-4 പിള്ളേരും വെച്ചുകൊണ്ട് ടീച്ചർ വിടുന്ന പാട് ദിവസവും ഞാൻ കാണുന്നതല്ലേ. എന്ത് ചെയ്യാനാ, ജോണി അങ്ങനെ ആയിപ്പോയി. ടീച്ചറെ, പല ദിവസവും രാത്രി അവനെ ഞാൻ അങ്ങോട്ടാ വേണി വണ്ടി പോ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുതേ. ഒരു കാര്യം പറയട്ടെ. ജോണി, കാര്യം പറയട്ടോ. ജോണി, വേറെ പണിയുണ്ട്. ഒരു കാര്യം പറയട്ടെന്ന്. എടോ നിർത്താൻ. ഒരു കാര്യം പറയാനുണ്ടോ, നിർത്താൻ. വിശേഷിക്കാരിക്കട്ടെ. എന്റെ കർത്താവെ, മദ്യപാനികൾക്കെല്ലാം പൂർവാധികം ശക്തിയോടെ മദ്യപിക്കാൻ തോന്നിക്കണമേ. ഒറ്റൊരുത്തിന് മാനസാന്തരം ഉണ്ടാക്കരുത്. എന്നെ പട്ടിണിക്കിടരുത്. അടുത്ത മാസമെങ്കിലും ക്രിസ്ത്യാനിക്കാനുള്ള കാശ് നീ ഉണ്ടാക്കി തരണമേ ദൈവമേ. നീ സത്യമുള്ളവനാണ് തമ്പുരാന്. കണ്ടോ, തിരി കത്തിച്ചപ്പോഴേ നല്ല എണ്ണം പറഞ്ഞ കുടിയാറിന് ഒരുത്തൻ വരുന്ന വരവ് കണ്ടോ. വലുവേല വെച്ച് കയറിയട്ടെ. ആ ഇരിച്ച് കാലടിക്കുന്നതിന് അരമുട്ട മുട്ടയും കിട്ടിയൊന്നും വേണ്ട, തന്റെ കാലിങ്ങട്. ഇന്നെന്താ പതിവില്ലാതെ കാലത്ത് തന്നെ ഭയങ്കര അപകടത്തിന് രക്ഷപ്പെട്ട് വരിക. കടിക്കാവണത്തിലെടുത്തു. ചെല്ല്. ഇയാൾ ഇവിടെയും വന്നു. ഓഹോ, പുറകിലുണ്ടോ? വട്ടപ്പാറയോടാ കളി. ഇങ്ങോട്ട് വന്നോട്ടെ. ഒരടക്കും മറയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചോ. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് അവിടെ എത്തിക്കില്ലായിരുന്നോ? കഴിയുള്ളൂ. ജോണി, ആര്? ജോണി. എങ്ങനെ? എന്താച്ചോ പ്രശ്നം? ആ ജോണി എവിടെ? ജോണിയോ? ഏത് ജോണി? ആ ജീപ്പിൽ വന്നവൻ. ഓ, ജീപ്പിൽ വന്ന ജോണിയോ? എന്തിനാച്ചാ? അത് ഞാൻ അവനോട് പറഞ്ഞോളാം. ഓ, അപ്പൊ അച്ഛൻ മറ്റേന് വന്നതല്ലേ അല്ലേ? ഓടോ, അവനെ മദ്യപിപ്പിച്ച് കുടുംബം കലക്കുന്നത് താനാണല്ലേ? അച്ഛോ, ഒരു സൈസ് മറ്റേ വർത്താനം പറഞ്ഞത്. ഇതെന്റെ ചോറാ. പല കുടുംബങ്ങൾ കഴിഞ്ഞാലേ എന്റെ കുടുംബത്തിനൊരു നില വരൂ. എന്റെ പൊന്നച്ചോ, അച്ഛനൊന്നും അറിയാൻ നേരെ
നേരം വെളുക്കേ ഒരു കത്തനാറ് കയറി ഷാപ്പിൽ ഇങ്ങനെ ഇരുന്നാ വിശ്വാസികളായ കുടിയന്മാർ ആരെങ്കിലും എന്റെ കടയിലോട്ട് വരുമോ? അവനെ കാണാതെ ഞാൻ പോകത്തില്ല. അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത്. പറ്റത്തില്ലെന്നാ പറഞ്ഞേ. ഹോൾട്ട്. വട്ടപ്പാറ അച്ഛന്റെ വണ്ടിയല്ലേ ഇത്? അതെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വട്ടപ്പാറ അച്ഛന്റെ തനിനിറം നിങ്ങൾക്ക് ഇന്ന് കാണാം. ഭർത്താവേ, കരികാലത്ത് ചേത്താന്മാർ അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ കിടന്ന് വായിട്ടലക്കണ്ട. ഒരുത്തനെയെങ്കിലും നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുവരെ ഞാൻ മര്യാദ സംസാരിച്ച് ഞാൻ കൈവച്ചു. അങ്ങോട്ട് ഇറങ്ങി കൊള്ളം കുടിക്കാൻ നടക്കുന്നു. അല്ല, ഇത് പോയില്ലേ? ഞാൻ കുറച്ച് വേണോ? കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട്. റെസ്റ്റ് ചെയ്യാനേ? ഇത് റെസ്റ്റ് ഹൗസ് അല്ല, ചാരായ ഷാപ്പാ. അങ്ങോട്ട് ഇറങ്ങി. അല്ലേ, ഞാനിവിടെ നമ്മുടെ ജോണിക്ക് കുറച്ച് ഉപദേശം. ചമാച്ച, ചമാച്ച, ഗീവർഗീസ് മാത്യു,